അമ്മയോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ശ്രീമതി തുളസി ഭായ്, അമ്മ അമ്മ നേരത്തെ പറഞ്ഞത് കേട്ടു, ഒരിക്കലും അതുല്യ ഇങ്ങനെ ചെയ്യില്ല. അതുല്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാദി ഭർത്താവ് സതീഷ് ആയിരിക്കുമെന്ന്. അമ്മ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ മോള് പലവട്ടം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഥവാ മരിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അയാളെന്നെ കൊന്നതാണെന്ന് അമ്മ വിചാരിച്ചോണം എൻ്റെ പൊടിവാടോടും പറഞ്ഞിട്ടുണ്ട്. അമ്മയെ എന്നാണ് അവസാനമായി അതുല്യ കണ്ടത്, നേരിട്ട് കണ്ടത്? നേരിട്ട് കണ്ടത് എൻ്റെ മോള് 3 മാസം ഇവിടെ വന്ന് നിന്നായിരുന്നു. അങ്ങനെ വന്ന് നിന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പൊടിമോളും അവളിവിടെ തലേന്നും പിറ്റേന്നുമായിട്ടാണ് ഗൾഫിൽ പോയത്. 2 മാസം എൻ്റെ ഇളയ മോടെ വീട്ടിലാണ് നിന്നത്, ഫ്ലാറ്റിലാണ് നിന്നത്. എൻ്റെ മോടെ താമസിക്കുന്ന സ്ഥലത്ത് ഞാനൊരു ദിവസമേ പോയിട്ടു, അവിടെ തങ്ങിയിട്ടില്ല. തങ്ങാൻ അവൻ്റെ സ്വഭാവം നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു തവണ മാത്രമേ വീട് കാണാൻ പോയിട്ടുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഇളയ മോടെ വീടിൻ്റെ കുറച്ച് ദൂര ഭാഗത്താണ് ഇപ്പം താമസം. ദുബൈയിൽ നിന്ന് വന്നു. അമ്മയെ നേരിട്ട് കണ്ട് അമ്മയോടൊപ്പം നിന്നിരുന്ന നാളുകളുണ്ടല്ലോ, ആ സമയത്ത് അതുല്യ അമ്മയോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്? അവളെല്ലാ ദിവസവും എന്നെ വീഡിയോ കോളിൽ വിളിക്കുമായിരുന്നു. ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോഴും അവിടെ ഇളയ മോടെ വീട്ടിൽ നിൽക്കുമ്പോഴും വീഡിയോ കോളിൽ വിളിക്കുമായിരുന്നു. അന്ന് ദുബായിൽ നിന്നതുകൊണ്ട് ഈ ഷാർജയിലാണ് ഞാനും എൻ്റെ ഇളയ മോളും നിന്നത്. അപ്പം വീഡിയോ കോളിൽ ദിവസേന ഞങ്ങളെ വിളിക്കുമായിരുന്നു. അമ്മയോട് എന്തോ വെച്ച് കഴിച്ചെന്നൊക്കെ കുശലം അന്വേഷിക്കാൻ വിളിക്കും. ചില സമയങ്ങളിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ മോളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. വഴക്കിടുന്ന ദിവസം എൻ്റെ മോള് ഉപദ്രവിക്കാൻ അടയാളങ്ങളൊക്കെ വീഡിയോ കോളിൽ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറയും, എന്തിനാ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത്, വേണ്ടാന്നുണ്ടെങ്കിൽ ബന്ധം ഒഴിഞ്ഞു കളാം, നിനക്കൊരു പെൺകുഞ്ഞല്ലേ ഉള്ളൂ, ഇനി ആയാലും നിനക്ക് പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, 2ാം കെട്ടുകാരെയൊക്കെ കിട്ടും, നല്ല ആൺപിള്ളേരെ ഇന്നത്തെ കാലത്ത് കിട്ടുമെന്നൊക്കെ നമ്മൾ അവളെ സമാധാനിപ്പിക്കും. അതുകൊണ്ട് അവൻ്റെ കൂടെയുള്ള ജീവിതം ഇനി ശാശ്വതമാകത്തില്ല. എന്തിനാ ഈ ഉപദ്രവം സഹിച്ച് എൻ്റെ മോള് കിടക്കുന്നത്? ഒരു പെൺപിള്ളേർ 21ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഇങ്ങനെ അടിമയെ പോലെ ജോലി ചെയ്ത് കിടക്കത്തില്ലെന്ന് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മോള് പറയും, എൻ്റെ പൊടിമോള് ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ശ്രീബുദ്ധയല്ല പഠിക്കുന്ന കരുനാഗപ്പള്ളി. അന്നേരം പറയാം, അമ്മേ ഞാൻ പിണങ്ങി വന്നേയില്ല, എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം പോകും. അപ്പോൾ ആ 10,000 രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ ത്യാഗവും സഹിച്ചവിടെ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിന് വേണ്ടിയാണ്. അതന്നേരം എൻ്റെ കുഞ്ഞിനെ അയച്ചു തരുമല്ലോ പഠിത്ത ആവശ്യങ്ങൾക്ക്, അതിനു വേണ്ടിയാണ് ഞാൻ സഹിച്ച് കിടക്കുന്നതെന്ന് പറയുമായിരുന്നു. അമ്മ പിന്നെ ഇപ്പോൾ ഈ അതുല്യക്ക് ഒരു ജോലി കിട്ടിയിരുന്നല്ലോ, ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ജോലി കിട്ടിയ ശേഷം ജോലിക്ക് പോകാൻ വേണ്ടി നിന്നതാണ് ഈ ശനിയാഴ്ച. ആ സമയത്ത് അമ്മയോട് സംസാരിച്ചിരുന്നു അതുല്യ? പിന്നെ അന്ന് ഉച്ചയ്ക്ക് ജോലിക്ക് പോകുന്നതിൻ്റെ തലേന്ന് എന്നെ വിളിച്ചായിരുന്നു. കാരണം വിളിച്ചെന്ന് പറയുന്നത് ഇളയ മോടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവൾ വിളിച്ച്. അപ്പം ഞാൻ ആദ്യം അങ്ങോട്ടാണ് വിളിച്ചത്. കുശലം അന്വേഷിക്കുക, ഇവനിങ്ങനെയുള്ള ഒരു പ്രകൃതമായതുകൊണ്ട് എപ്പോഴും ഞാൻ വിളിച്ച് ചോദിക്കുക, എങ്ങനെയുണ്ട്, ഇന്ന് വഴക്കുമല്ലോ നടന്നു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞ് അവൻ ജോലിക്ക് പോയി. അപ്പം ഞാൻ അഖിലയുടെ അടുത്തോട്ട് പോവുക. അപ്പോൾ ഡ്രസ്സ് അവിടെ കയ്യിൽ നിന്ന് അവിടെ ഇടാൻ, ജോലിക്ക് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങാനായിട്ട് പോയതാണ്. കാരണം ആ കൊച്ച് 2 മാസം ജോലി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സ്യൂട്ടും കോട്ടും ഒക്കെ ഉണ്ട്. അന്നേരം വിലയ്ക്ക് മേടിക്കണ്ടല്ലോ, അതിപ്പം പോകുന്നില്ല ജോലിക്ക്. അപ്പോൾ അത് കൊടുക്കാൻ നീ മേടിക്കാൻ വരാൻ പറഞ്ഞ അനിയത്തി കൊച്ച്. അത് മേടിക്കാനായിട്ട് അതിൻ്റെ വീട്ടിൽ പോയതാണ്. അത് പോകുന്നതിന് നമ്മുടെ ഇവിടുത്തെ ഒരു 10, 11 ആയപ്പം
എന്നെ വിളിച്ച് അങ്ങനെ അരമണിക്കൂർ സംസാരിച്ച്. 12 മണി വരെ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ കുളിക്കാൻ പോവുക, ഞാൻ കുളിക്കട്ടെ, പിന്നെ ഞാൻ അങ്ങോട്ട് പോവുക, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നെ പോയി മോള് കുളിയെന്ന് പറഞ്ഞ് ഒരു അനിയത്തിയുടെ വീട്ടിൽ പോയി. പിന്നെ അനിയത്തിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് ഞാൻ വീണ്ടും ഫോൺ വിളിച്ച് ഇളയ മോൾക്ക്, അതുല്യ വന്നിട്ടുണ്ടോ എന്നറിയാം. അന്നേരം അവൻ പറഞ്ഞു ആ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഇളയ മരുമോനന്ന് ലീവ് എടുത്ത്, അവന് പനിയായിരുന്നു, അതുകൊണ്ട് സിക്ക് ലീവ് എടുത്ത് വീട്ടിൽ നിന്നേരും. അപ്പോൾ ഇവർ മൂന്നുപേരുടെ വർത്തമാനം പറഞ്ഞാൽ അപ്പോൾ ഇളയ മോള് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് അതും കഴിച്ച്, പഴുത്ത പഴം അല്ല മാങ്ങ പൂളിക്കൊടുത്തു എന്നൊക്കെ എൻ്റെ ഇളയ മോള് പറഞ്ഞു. അന്നേരം ചോദിക്കുകയും ചെയ്ത്, മോളെ അവൾക്ക് വല്ലതും കൊടുത്തു? അന്നേരം പറഞ്ഞ അമ്മയെ സോസേജ് ഇട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു, പഴുത്ത മാങ്ങയൊക്കെ ചെത്തി പൂളി കൊടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് കളി തമാശകളൊക്കെ പറഞ്ഞ് എൻ്റെ ഇളയ മോടെ 6ൽ പഠിച്ച സ്കൂളിൽ പഠിച്ച ഫോട്ടോ ഒക്കെ എടുത്ത് ഇളയ മരുമോനെ കാണിച്ച് കളിയാക്കി ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ കോളിൽ കേൾക്കുകയും ചെയ്തു. അത്രയും സന്തോഷത്തിൽ നിന്ന ഒരു കുഞ്ഞ് ഒരിക്കലും എൻ്റെ കുഞ്ഞിങ്ങനെ ആത്മഹത്യ ചെയ്യത്തില്ലെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതായത് അമ്മ പറയുന്നത് അതുല്യ അതിൻ്റെ കൂടെ പിറ്റേന്ന് എൻ്റെ മോടെ ബർത്ത്ഡേ ആയിരുന്നു. ആ അമ്മ പറഞ്ഞോളൂ. പിറ്റേന്ന് ജൂലൈ 19 എൻ്റെ മോടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഇവിടുന്ന് ഇളയ മോടെ വീട്ടിൽ നിന്ന് 11 മണിക്ക് അവൻ വിളിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ് അതുവരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് എങ്ങാണ്ട് രാത്രിയിൽ എങ്ങാണ്ട് 12 മണിക്ക് എങ്ങാണ്ട് ഇട്ടെന്ന് പറയുന്നു. പിന്നെ ഞാൻ ആ സ്റ്റാറ്റസൊക്കെ എൻ്റെ മോടെ ഇത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ സ്റ്റാറ്റസൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ ആ ഫോട്ടോയിൽ നല്ല ഹാപ്പിയായിട്ട് സന്തോഷിച്ച് കുഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അമ്മ പറയുന്നത് ഒരിക്കലും അതുല്യ ഇങ്ങനെ ചെയ്യില്ല അല്ലേ? അമ്മ അതാണ് വിശ്വസിക്കുന്നത്. അതുല്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം വലിയ സന്തോഷത്തിലായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യുന്ന അമ്മ പറഞ്ഞു. ഒരിക്കലും എൻ്റെ മോള് ചെയ്യത്തില്ല. കാരണം എൻ്റെ അടുത്ത് പലതവണ ഞാൻ ഇങ്ങനെ ബന്ധം ഒഴിഞ്ഞിട്ട് വാ, ഈ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ മോള് ബന്ധം ഒഴിഞ്ഞിട്ട് വരാൻ ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീടും വേണ്ട, വസ്തുവും വേണ്ട, എന്തോ കാര്യത്തിന് അവൻ്റെ 15 സെൻറ്റ് മോഹിച്ച് ഇത്രയും ത്യാഗം സഹിക്കുന്നതിന് ഞാൻ പല ആവർത്തി പറഞ്ഞ മോളെ വാ, നാട്ടിൽ വാ കയറി വാന്ന്. അപ്പോഴൊക്കെ അവൻ്റെ വിസയിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ പറ്റത്തില്ലായിരിക്കും, എന്തോ എനിക്കറിയാൻ വയ്യ. നമ്മൾ പറഞ്ഞിട്ടുള്ളപ്പോൾ അതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും രമ്യതയിലാവും. അപ്പം രമ്യതയിലാവുന്നവൻ്റെ പിറ്റേന്ന് ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനം നടത്തിയുള്ള ഫോട്ടോ ഇടുന്നതാണ് അവൻ, രണ്ടുപേരും കൂടെ നിന്നുകൊണ്ടൊക്കെ. അപ്പം ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും വിചാരിച്ച് കുഴപ്പമില്ലായിരിക്കും. അമ്മേ, ഞങ്ങൾ ഈ സതീശൻ്റെ, അതായത് ഈ സതീശൻ്റെ വീട്ടുകാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മകനുമായിട്ട് ഒരു ബന്ധവുമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്നാണ്. നിങ്ങൾ ആരെങ്കിലും, ഇപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അതുല്യയുടെ അച്ഛനോ ആരെങ്കിലും ഈ സതീശൻ്റെ അച്ഛനും അമ്മയുമായൊക്കെ സംസാരിക്കരുത്? കാരണം ഇടയ്ക്ക് ഒരിക്കൽ വലിയ വഴക്കൊക്കെ ഉണ്ടാവുകയും പിന്നീട് അത് കോടതിയിൽ പോവുകയും കേസാവുകയൊക്കെ ചെയ്തല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഈ സതീശൻ്റെ വീട്ടുകാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നു, എന്താണ് അയാളുടെ പ്രശ്നം എന്ന് നിങ്ങൾ അവരോട് സംസാരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ 11 വർഷത്തിനിടെ? സതീഷിൻ്റെ ഇപ്പോൾ ഒരു 3-4 വർഷമുണ്ട്. എൻ്റെ ഇളയ മോടെ കല്യാണം കഴിഞ്ഞിടം തൊട്ടേ അവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. കാരണം എൻ്റെ ഇളയ മോടെ നിശ്ചയം ചെന്ന് ഞങ്ങൾ വിളിച്ചായിരുന്നു. എൻ്റെ മൂത്ത മോളും ഇളയ മോളും അവരുടെ അച്ഛനും ഞാനും ഇപ്പം ചെന്ന് നിശ്ചയം വിളിച്ച്, അത് കഴിഞ്ഞ് കല്യാണം അവരുടെ മോനും ഞങ്ങളെല്ലാവരും കൂടെ പോയാ കല്യാണം വിളിച്ചത്. അപ്പോൾ അവർ നിശ്ചയത്തിനും വന്നില്ല, കല്യാണത്തിനും വന്നില്ല. അതവർ വരാത്തത് കൊണ്ട് പിന്നെ തൊട്ട് ഞങ്ങൾ അവരുമായിട്ട് ഒരു സഹകരണത്തിനും പോയിട്ടില്ല. ശരി അമ്മ, ഈ അതുല്യ ഏത് സമയത്താണ് സതീഷ് ഉപദ്രവിക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് കള്ളു കുടിച്ച് വന്നിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്ന സമയത്താണ്? എപ്പോഴാണ് അതുല്യ ഇങ്ങനെ ഉപദ്രവിക്കാറുള്ളത്? അതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അവൻ ജോലിക്ക് പോകുന്ന സമയത്ത് കുടിക്കാൻ പറ്റത്തില്ല. അവിടെ പഞ്ച് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ.
അപ്പോൾ അതവിടെ മദ്യം കുടിച്ച് കഴിഞ്ഞാൽ അതറിയാൻ പറ്റുമല്ലോ. ആ സമയത്ത് അവൻ കുടിക്കത്തില്ല. ജോലിയും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്നിട്ട് കുളിച്ചിട്ട് അവൻ മദ്യക്കുപ്പി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് 3000-4000 രൂപ വിലയുള്ള കുപ്പികളൊക്കെയാണ് അവൻ മേടിച്ച് കുടിക്കുന്നത്. അത് സാധാ കുടിയല്ല. അവൻ ഇതാവുന്നിടം ലെക്ക് കിടന്നിടം വരെ അവൻ കുടിക്കും. ഇച്ചിരി ഇമ്മിണിയൊന്നുമല്ല കുടിക്കുന്നത്. അത് വീഡിയോ കോളിലൊക്കെ നമ്മൾ ഈ കൊച്ച് വീഡിയോ കോൾ ഉപദ്രവിക്കുന്ന ദിവസം വീഡിയോ കോൾ വിളിക്കും. അത് ഞങ്ങളെ കാണിക്കും അവൻ്റെ അഭിനയങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് മുറയ്ക്കും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ ഉപദ്രവിക്കുന്ന സമയങ്ങളിലും നമ്മളെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും അടയാളങ്ങളൊക്കെ. അപ്പം നമുക്കറിയാം നമ്മുടെ മോൾ ഒരിക്കലും ഇത് സ്വയം ചെയ്യത്തില്ല. അമ്മ, ഇത്രയൊക്കെ ഉപദ്രവം അതുല്യക്ക് ഉണ്ടായ സ്ഥിതിക്ക് അമ്മയോ അല്ലെങ്കിൽ അതുല്യയുടെ അച്ഛനോ ഈ സതീഷിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ പലവട്ടം സംസാരിച്ച് കേസ് വരെ കൊടുത്തില്ലേ ബന്ധവഴിയെ. എൻ്റെ മോടെ കൊച്ചിൻ്റെ 1.5 വയസ്സിൽ ഇതേപോലെ പിണങ്ങി ഞങ്ങൾ കേസ് കൊടുത്ത് അതിന് ചിലവിനൊന്നും അയച്ചു കൊടുക്കാതെ 6 മാസം ഇവിടെ നിന്ന്. അപ്പം കുഞ്ഞിന് ചിലവിനും കൊടുക്കത്തില്ല, അവക്കും കൊടുക്കത്തില്ല. അങ്ങനെ ഈ ബന്ധം വേണ്ട, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് എൻ്റെ മോള് തന്നെ പറഞ്ഞത്. അങ്ങനെ എന്നെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അവരുടെ അച്ഛനൊന്നും നാട്ടിലില്ല, സൗദിയിലാണ്. അങ്ങനെ ഞങ്ങൾ കേസ് കൊടുത്ത് നമ്മൾ കോടതി മുഖേനയാണ് കേസ് കൊടുത്തത്, അല്ല സ്റ്റേഷനിലല്ല. അങ്ങനെ കേസിന് നമ്മൾ 25,000 രൂപ അവിടെ വക്കീലന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ കൗൺസിലിങ് കഴിഞ്ഞ് 2ാമത്തെ കൗൺസിലിങ്ങിന് ഞാൻ പോയില്ല. എനിക്കിതേപോലെ നമ്മുടെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ ഉത്സവത്തിന് വിളിച്ച് വരുമെന്നായപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരുക്കാൻ വേണ്ടി ഞാനന്ന് കൗൺസിലിങ്ങിന് പോയില്ല. എൻ്റെ മോളേക്കാൾ ഇളയ ഒരു കൊച്ച്, അവളേക്കാൾ ഇളയ കൊച്ചാണ്, അതിനെയും കൂട്ടി അന്ന് വിട്ടു. പക്ഷേ അന്ന് ഞാൻ പോകാത്തത് കൊണ്ട് ഇവൻ ആ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കാലേ വീണ് കരഞ്ഞ് ഇനി ഒരു കുഴപ്പവും വരത്തില്ല, മോളെ അടിക്കത്തില്ല, എനിക്ക് നിന്നെ വേണം, പിരിയാൻ പറ്റത്തില്ല, ഒരിക്കലും ഞാൻ നിന്നെ ബന്ധം പിരിയത്തില്ല, അഥവാ എൻ്റെ ബന്ധം പിരിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും എന്നൊക്കെ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ കൗൺസിലർമാർ ഇവരെ 2പേരെയും കൂടെ സോൾവ് ആക്കാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ഞാനറിയാതെ ഒപ്പിട്ടിട്ട് വന്നു ഇവിടെ. അപ്പം നമ്മളറിയുന്നില്ല ഇവർ കൗൺസിലിങ്ങിന് ഒപ്പിട്ട് തിരിച്ച് വന്നെന്നുള്ളത്. 3ാമത്തെ കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. 3ാമത്തെ കൗൺസിലിങ്ങിന് ഞാൻ പോയി. അപ്പം ഞാൻ ചെന്നപ്പോൾ നമ്മുടെ വക്കീൽ പറഞ്ഞ് അതുല്യ അവർ 2പേരും കൂടെ ഒപ്പിട്ട്, അതുകൊണ്ട് ഇനി നമ്മൾ കേസ് ഇതാക്കുന്നില്ല. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞത് അതങ്ങനെ ഞാൻ സമ്മതം മൂളിയിട്ടില്ലല്ലോ. അന്നേരം പറഞ്ഞാൽ അത് അവർ 2പേരും ഒപ്പിട്ട്, അതുകൊണ്ട് ഇനി അത് നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ സങ്കടപ്പെട്ടാണ് വന്നത്. അന്ന് രാത്രി എവനെങ്ങാണ്ട് അവിടെ വെച്ചെങ്ങാനും പറഞ്ഞതായിരിക്കും, വിളിക്കാൻ വരും, അവന് 30,000 രൂപ കൊടുത്തൊരു ഫ്ലാറ്റെങ്ങാണ്ട് കരുനാഗപ്പള്ളിയിലെടുത്ത്. അങ്ങനെ പാതിരാത്രിക്ക് ഒരു 5-6 കൂട്ടുകാരുമായിട്ട് നമ്മൾ ഉറങ്ങിക്കിടന്നപ്പോൾ അപ്പം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബ വീട്ടിൽ കൊച്ചുങ്ങൾ പോവും. അപ്പം കുഞ്ഞമ്മയായിട്ട് നല്ല ഞങ്ങൾ കൂട്ടുകാരെ പോലെ എല്ലാ കാര്യവും ഇവള് ചെന്ന് അവിടെ പറയും അനിയൻ്റെ ഭാര്യയോടെ. അന്നേരം കണ്ട അനിയത്തിയോട് പറഞ്ഞ് ഇതേപോലെ കുഞ്ഞമ്മേ ഞാൻ പോവും, അവിടെ ഫ്ലാറ്റ് എടുത്തിട്ടേന്ന് അമ്മയോട് പറയരുതേന്ന്. അപ്പം എൻ്റെ ഇളയ മോൾ അവിടെ ചെന്നപ്പോൾ അനിയത്തി പറഞ്ഞു, നിൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞേരെ ഇവളെ ഒന്ന് സൂക്ഷിക്കണേന്ന്, ഇവിടെ ഇങ്ങനെ പോകാനായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അവൻ്റെ ഈ ക്രൂര പീഡനം കൊണ്ട് നമുക്ക് ഒരിക്കലും ഇനി വേണ്ടാന്നുള്ളത് തീരുമാനം എടുത്തത്. പക്ഷേ അപ്പോൾ കതക് പൂട്ടി മാറി. അങ്ങനെ പാതിരാത്രിക്ക് അവൻ 5-6 കൂട്ടുകാരുമായിട്ട് വന്ന് മതിൽ ചാടി കതക് കണ്ട് വടക്ക് വശത്തെ കതക് കൊളുത്ത് വെളിയിൽ നിന്ന് ഇട്ടായിരുന്നു എളുപ്പാതിരിക്കാൻ. അങ്ങനെ ആ കൊളുത്ത് അവന് വന്നെടുത്ത് കൊടുത്തതായിരിക്കും, ഫോൺ വിളിച്ച് കഥ തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ എടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ്
എൻ്റെ ഇളയമോട് പറഞ്ഞ് അമ്മേ കുഞ്ഞ് കരയുന്നു. അങ്ങനെ ഞാനും ഇളയമോളും കൂടെ ഓടി കതവ് തുറന്ന് എന്തോ അപ്പുറം തുറന്ന് കിടക്കുന്നു. അങ്ങനെ ഓടിച്ചെന്ന് കുഞ്ഞിനെ പിടിച്ച്, കുഞ്ഞിനെ അന്നേരം അവൾ തരുത്തില്ല. പിന്നെ ഇളയമോട് പിടിച്ച് ഞാൻ അവളെ കൈക്ക് പിടിച്ച് അവിടെ നിർത്തി, പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ അന്ന് പോകാൻ വിടാത്തത് കൊണ്ട് അവൻ എന്നെ പബ്ലിക് റോഡിൽ നിന്ന് ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞു. അസഭ്യങ്ങൾ പറഞ്ഞ് അയലത്തുകാരെല്ലാം ഉണർന്നു. 12:30 1 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. 1 മണി 2 മണി എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വെളുപ്പാൻ പാതിരാത്രിക്കാ. അതായത് അമ്മ പറയുന്നത് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കള്ളു കുടിച്ചിട്ടാണ് അല്ലേ അമ്മ? ഈ കാണിക്കുന്നൊക്കെ സതീഷിന്റെ ഈ പെരുമാറ്റമൊക്കെ അന്ന് മദ്യപിച്ചോ? മദ്യപിച്ചിട്ടാ.